രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതിന് ഷോഡശനാമം 16 ആണ്. ഹരേ രാമ എണ്ണി നോക്കുക. അതാ ഷോഡശനാമം. അത് കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രമാണ്. കലിയെ അകറ്റുന്നതിന് ഉതകുന്ന മന്ത്രമാണ് ഈ ഹരേ രാമ മന്ത്രം. അതുകൊണ്ടാണ് ഈ യജ്ഞം നടക്കുന്നതിന്റെ തലേനാളിൽ ചില വീതികളിലൊക്കെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹരേ രാമ മന്ത്രം അഖണ്ഡമായി ഖണ്ഡിക്കാതെ ജപിച്ചു വരുമ്പോൾ ഹരേ രാമ മന്ത്രം കൊണ്ട് ആ പ്രദേശത്ത് നിന്ന് കലിയെ മാറ്റി ഒരു നൈമിഷാരണ്യത്തെ സൃഷ്ടിച്ചെടുക്കുന്ന സങ്കല്പമാണ് ഹരേ രാമ ജപിച്ചുകൊണ്ട് അഖണ്ഡധാമം നടത്തുന്നതിന്റെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു, അടുത്ത വർഷം യജ്ഞം നടക്കുമ്പോൾ ഇവിടുത്തെ നാരായണീയ സമിതിയിലെ അമ്മമാര് അരമണിക്കൂർ സമയമെങ്കിലും, ഇവിടുത്തെ മറ്റ് ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമല്ലോ, അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ ഹരേ രാമ മന്ത്രം ജപി. അപ്പൊ ഇപ്പൊ തന്നെ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് 2-3 കലികളെ ഇവിടെ കാണേണ്ടി വരുന്നു. അതിവിടെ ഞാൻ സൂചിപ്പിച്ച എന്താ, പെട്ടെന്ന് കലി ഉണ്ടാകുക ഒരു വിഷയം. ഇപ്പൊ ഇവിടെ അർച്ചനയ്ക്ക് രസീത് കൊടുത്തു. അർച്ചനയ്ക്ക് പ്രസാദം കിട്ടുന്നതിന് 10 മിനിറ്റ് താമസിച്ചാൽ നമുക്ക് കലി നമ്മളെ ബാധിക്കാം. അത് പ്രതികരിക്കുന്ന ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ചായിരിക്കും അത് പ്രതികരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കരളിൽ വിവേകം കൂടാതെ കണ്ട അരനിമിഷം വ്യത കളയരുതാരും. ഇന്ന് രാവിലെ എല്ലാ ദിവസവും നമ്മൾ ഇത് പാടിയിട്ടാണ്, ഇത് ജപിച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് അന്യോന്യം തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കുക. അതുണ്ടായില്ലെങ്കിൽ ഏത് പണ്ഡിതനെ കൊണ്ട് സംസാരിപ്പിച്ചാലും എന്തെല്ലാം അത്ഭുതങ്ങളും ജാടകളും യജ്ഞം നടത്തിയാലും ബേസിക് ആയിട്ട് ഈ വിവേകത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തത്തുള്ളൂ. ഇത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. തിരിച്ചു വരാം. അപ്പൊ അവിടെ ഈ കലി എന്ന് പറയുന്നത് എന്താണ്? കലികാലമല്ലയോ എന്നൊക്കെ നമ്മൾ പറയും. എന്താ ഈ കലി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കലിയെ ഓടിക്കാൻ ചിലര് വന്ന് പറയാറുണ്ട്, വന്ന് പരിചയപ്പെടുമ്പോൾ, സ്വാമി എന്റെ മകനെ പഠിക്കാൻ മിടുക്കനാണ്, അവന് ഫുൾ A+ ആയിരുന്നു, ഇപ്പം എഞ്ചിനീയറിംഗ് B.Tech പഠിക്കുന്നു, പക്ഷെ അവന് വലിയ കലിയാണ്. ഒന്നും അവന്റെ തള്ള പറയുന്നതും തന്ത പറയുന്നതും ഒക്കെ അവന് ഇപ്പൊ ഇഷ്ടപ്പെടത്തില്ല. എന്നോട് പിന്നെ പറയുകയും വേണ്ട, അമ്മമാര് വന്ന് പരിചയപ്പെട്ടിട്ട് പറയുന്നതാണ്. പൂരാടമായതുകൊണ്ടാണോ, ഓലക്ഷം ജ്യോത്സ്യം പറഞ്ഞു അവന് ഭരണി ആയതുകൊണ്ടാ ദേഷ്യം എന്നൊക്കെ പറഞ്ഞു. മതി. സത്യത്തിൽ ഭരണി പൂരാടത്തിനും പൂരത്തിനും ഒന്നും അശ്വതി തൊട്ട് 27 നക്ഷത്രങ്ങൾക്കും കലിയുള്ള നാളല്ല. നമ്മൾ ആ കലി നൽകുന്നത്, നമ്മളാണ് അതിന് കലി കൊടുക്കുന്നത്. നക്ഷത്രങ്ങൾക്കല്ല കലി, ആളിനാണ് കലി. കലിയെ ഓടിക്കാൻ ഹോമം കൊണ്ടോ ചരടി ജപിച്ചത് കൊണ്ടോ ഒരർച്ചന കൊണ്ടോ ആരുടെയും കലി മാറ്റിയ ചരിത്രമില്ല, മാറത്തമില്ല. ശ്രദ്ധിക്കണേ, ശ്രീമദ് ഭാഗവതം കലിയെ എങ്ങനെ മാറ്റാം എന്നതിന് ശ്രീമദ് ഭാഗവതം ഒരു മറുപടി പറയുന്നു. അത് നമ്മൾ 7ാമത്തെ ദിവസം ശ്രീമദ് ഭാഗവതത്തിലെ 12 സ്കന്ധത്തിൽ 12ാമത്തെ സ്കന്ധത്തിൽ പാരായണം ചെയ്യും. ഒന്ന് ഓർത്തിരിക്കണം, ഇല്ലെങ്കിൽ എടുത്തൊന്ന് നോക്കണം അതിനോട് താല്പര്യമുള്ളവർ. ഈ യജ്ഞവേദിയിൽ ഈ പാരായണം ചെയ്യുന്ന കിളിപ്പാട്ടിലെ വരി ഞാനൊന്ന് സൂചിപ്പിക്കാം. കലിയെ ഓടിക്കാൻ വേണ്ടി ഭാഗവതം പറയുന്ന ഒരു വിഷയം ശ്രദ്ധിക്കണേ. എപ്പോൾ മനുഷ്യർക്ക് സ്വാത്മപ്രകാശകം ഉൽപ്പന്നം, അപ്പോൾ കലി ശമിക്കും ദൃഢമായി ഭാഗവതം പറയുന്ന ഒരു വിഷയമാണ്. എപ്പോഴാണോ മനുഷ്യർക്ക് സ്വാത്മപ്രകാശകം ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ആത്മാവ് പ്രകാശിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ കലി ശമിക്കും ദൃഢം. എന്താ ആ പ്രയോഗം? ആത്മാവ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ, സ്വന്തം ആത്മാവ് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ശ്രീമദ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഞാൻ ഉച്ചയ്ക്ക് ചർച്ച ചെയ്തപ്പോ ഒന്ന് പറഞ്ഞു. കേട്ടത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്താണ്? ഞാൻ ആരാണ് എന്നറിയുക. അതാ ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് കേട്ടുപോകണം. ഞാൻ ആരാണെന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കലാണ് ഭാഗവതത്തിന്റെ ഉദ്ദേശം. ഇതൊന്ന് ഓർത്തിരിക്കണം. ഇപ്പൊ ഞാൻ ആരാണ് എന്ന് പഠിക്കുമ്പോൾ ഈ ഞാനിലേക്കുള്ള ഒരു ശ്രമമാണ്. ഞാൻ പറഞ്ഞ 7ാം ദിവസത്തെ സ്വർഗാരോഹണം, സൂമിലേക്കുള്ള ഗമനം, അവനവനിലേക്ക് എത്തിച്ചേരുക, അവനവനെ കുറിച്ച് ബോധ്യപ്പെടുക. അപ്പൊ ഐ ആം സംതിങ് എന്നുള്ള വിചാരത്തിൽ നിന്ന് നത്തിങ്, ഞാൻ ഒന്നുമല്ല എന്ന ബോധത്തിലേക്ക് എത്തിച്ചേരും വിചാരം കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അനുഭവം കൊണ്ട്, വിചാരം കൊണ്ട് അത് എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് ഭാഗവതത്തിന്റെ ഉദ്ദേശം. ഇപ്പൊ തിരിച്ചു വരികയാണ്. അപ്പൊ കലി സ്വാത്മപ്രകാശകം, സ്വന്തം ആത്മാവ് പ്രകാശിക്കുമ്പോൾ ഈ പറയുന്ന ബോധത്തിലേക്ക് നമ്മൾ ഒന്നുമല്ല
എന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരും. ആ ബോധം വന്നെങ്കിലേ കലി ശമിക്കുകയുള്ളൂ. സംതിങ് ഞാൻ എന്തോ ആണെന്നുള്ള വിചാരമാണ് കലിക്ക് കാരണമായി നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഭാഗവതം പറയാണ്, എപ്പോൾ സ്വാത്മപ്രകാശകം ഉൽപ്പന്നം അപ്പോൾ കലി ശമിക്കുന്നില്ല. ഈ സങ്കല്പമാണ് നമ്മൾ പറഞ്ഞ ഭാഗവതത്തിന്റെ ഇൻട്രൊഡക്ഷനിലുള്ള ഈ സത്രമം നടത്തുന്നതിന് ഇങ്ങനൊരു സ്ഥലത്തെ തെരഞ്ഞെടുത്തെന്ന് എന്ന് പറഞ്ഞതിന്റെ സങ്കല്പം യുക്തിപരമായി ചിന്തിച്ചാൽ എന്താണ്? നൈമിഷാരണ്യ കലി പ്രവേശിക്കാതിരിക്കണം. കലി വന്നു പോയാൽ കലിയിൽ നിന്ന് പിന്നെ നമുക്ക് സ്മൃതിക്ക് നാശമൊക്കെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭഗവത്ഗീത അത് ചർച്ച ചെയ്യുകയാണ്. അപ്പൊ കലിയെ മാറ്റാൻ അവനവനെ പഠിച്ചെങ്കിലേ കലിയെ മാറ്റാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ചരടൊന്നും ജപിച്ചു കിട്ടിയത് കൊണ്ടോ ഹോമം കൊണ്ടോ ഒന്നും ആരുടെയും കലി മാറ്റാൻ ആർക്കും കഴിയില്ല.